ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ഒരാൾ വന്നിട്ട് ഭാസ്കരന് ബ്രാൻഡി കൊടുക്കുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് ഹാപ്പിനെസ് ആണ് പ്രധാനം എന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും പോലീസുകാർ വന്ന് പിടിക്കുകയാണേ. അപ്പോൾ തീരുമാനമായി എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ ഭാസ്കരൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയെയും സുധീഷിനെയും ആണ് കേട്ടോ. അപ്പോൾ നിധി പറയും ക്ഷീണം മാറ്റിയെങ്കിൽ നമുക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറയുമ്പോൾ സുധീഷ് പറയും നിധിയെ കാണാൻ നല്ല രസമുണ്ട് എന്ന്. ആണോ, എനിക്കിത് മുൻപേ അറിയായിരുന്നു, നമുക്ക് പോവാൻ സുധീഷേ എന്ന് പറയുമ്പോൾ പോകാനായോ എന്ന് ചോദിക്കാട്ടോ. എനിക്ക് പോകാനായി, സുധീഷിന് വരാറായില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവാണ്. അല്ല നിധി, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോവാണേ. അങ്ങനെ നമ്മുടെ ഭാസ്കരനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ പോലീസ്. അപ്പോൾ സുഭാഷിനെ കാണുമ്പോൾ എടാ സുഭാഷേ, എന്നെ പോലീസുകാർ പൊക്കിയിട്ടുണ്ടേ, എന്നെ കൊണ്ടുപോവാണേ എന്ന് പറയട്ടോ ഭാസ്കരൻ. അപ്പോഴേക്കും നികേഷും സുഭാഷും കൂടെ അടുത്തേക്ക് വരുന്നു. എന്താ സാർ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലൊന്നും വെള്ളമടിക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ ബീച്ചിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ സുഭാഷിന് കാര്യം മനസ്സിലാവുന്നേ. അയ്യോ സാർ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം, ഇപ്പോഴങ്ങ് പോയതേ ഉള്ളൂ. പബ്ലിക് ന്യൂസൻസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ഇയാള് നിയമം പഠിപ്പിക്കാൻ വരുവാ, എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക ഇയാൾക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും കയ്യിന്ന് വിട് സാറേ എന്ന് പറയട്ടോ നമ്മുടെ ഭാസ്കരൻ. ഇതാ ഇയാളുടെ ഭാവം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് പോലീസുകാരന്റെ കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് കൊണ്ടോക്കോട്ടെ ഏട്ടാന്ന്, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കയ്യും കാലൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് സുഭാഷ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. അങ്ങനെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെയും നിധിയെയും തന്നെയാണ് കേട്ടോ. അപ്പൊ സുധീഷ് പറയും നിധി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എന്താന്ന് വെച്ചാൽ പറഞ്ഞോന്ന് പറയുമ്പോൾ അതെങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നിധി ഇവർ പിടിച്ചതൊക്കെ കാണുകയാണ് കേട്ടോ. അയ്യോ സുധീഷ്, അങ്ങോട്ട് നോക്കിക്കേ, അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും. എവിടെ നിധി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഭാസ്കരനെ പോലീസ് പിടിച്ചാണ് കേട്ടോ നമ്മുടെ സുധീഷ് കാണുന്നേ. ഓ, ഇയാളെ കൊണ്ട് എൻ്റെ ലൈഫിൽ ഇയാൾ തന്നെയാണല്ലോ ഈശ്വര പാരാന്ന് പറഞ്ഞിട്ടാണ് നിധിയുടെ പിന്നാലെ ഓടി പോകുന്നത് കേട്ടോ. ഇത്രയും പ്രായമൊക്കെ ആയില്ലടോ, ഇപ്പോഴും പബ്ലിക് പ്ലേസിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്തതെന്ന് തനിക്ക് തിരിച്ചറിയത്തില്ലേ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോഴേക്കും നിധി അവിടേക്ക് വന്നിട്ട് എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം എന്ന് ചോദിക്കാണ്. അത് ശരി, കുടുംബമൊക്കെ ആയിട്ടാണോ വന്നത്? നാണല്ലല്ലോടോ, മക്കളും മരുമക്കളൊക്കെ ആയിട്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എന്നൊക്കെ ചോദിക്കട്ടെ പോലീസ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് വീണ്ടും പോലീസുകാരോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ് കേട്ടോ. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട് കുടുംബം കൂടെ ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ, പറഞ്ഞു കൊടുത്തേക്ക് എന്ന് സുഭാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് അയ്യോ, ഞാൻ ചെയ്തത് ഒരാളായിട്ട് അടി ഉണ്ടാക്കുകയോ കൊലപാതകമോ ഒന്നും ചെയ്തില്ലല്ലോ, ബീച്ചിലിരുന്ന് സമാധാനവും സ്വസ്ഥമായിട്ട് 2 പെഗ് അടിക്കാന്ന് വെച്ചു, അതുപോലും എനിക്ക് അനുവദിച്ചു തരുന്നില്ല. വിറ്റവന് ഒരു പ്രശ്നമില്ല, വാങ്ങിയവനാണ് പ്രശ്നം. വിറ്റവന്റെ കയ്യിൽ നിന്ന് കമ്മീഷനും വാങ്ങിയവന്റെ കയ്യിൽ നിന്നും പിഴയും ഇവർക്ക് കിട്ടണം. എന്റെ കയ്യിൽ പിഴ അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിധം മാറി. അതാ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുവാണേ. അന്നേരം ഒരു മതിലിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബ്രാൻഡി കുപ്പി കാണുമ്പോൾ അതെടുത്ത് വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അന്നേരം നമ്മുടെ നിധി വാങ്ങി എറിഞ്ഞ് പൊട്ടിക്കും കേട്ടോ. അയ്യോ, ഒരു ക്വാർട്ടർ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയും നിങ്ങൾക്ക് എന്താ പബ്ലിക് പ്ലേസിൽ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയില്ലേ? എല്ലാ ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ചും അറിയാലോ, ഇത്രയും ചെറിയ കാര്യത്തെ കുറിച്ച് പോലും അറിയില്ലേ നിങ്ങൾക്ക് എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും അയ്യോ, ഇയാളെ കൊണ്ടുവരാൻ ഇയാൾക്കായിരുന്നല്ലോ പ്രശ്നം, ഇപ്പൊ സമാധാനമായല്ലോ, അതാ പറഞ്ഞത് ഞങ്ങളെല്ലാരും ഇയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടാന്ന്. അപ്പൊ കേട്ടില്ല, ഇപ്പൊ അനുഭവിച്ചോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് പറയടാ ഒന്നും മിണ്ടാണ്ടിരിക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണേ. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്നു. നേരെ ഭാസ്കരൻ കയറി ആ കട്ടിലിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ പെണ്ണിൻ്റെ വാക്കും കേട്ട് പോവണ്ടായിരുന്നു, ഇനി ഞാൻ നിർത്തി, നിങ്ങളുടെ കൂടെ എവിടേക്കും വരുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും അയ്യോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഒന്നും ചെയ്തിട്ടില്ല എന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞ് നിധിയോട് പറയും ഇയാൾക്കായിരുന്നല്ലോ ഇങ്ങനെ കൊണ്ടുപോകണം ഭയങ്കര വാശി, അയാളിവിടെ ഒറ്റയ്ക്കായി സങ്കടപ്പെടും എന്നുള്ള പ്രശ്നം കൊണ്ടല്ലേ നീ അയാളെയും വിളിച്ച് ബീച്ചിലോട്ട് വന്നത്, ഇപ്പം എങ്ങനെയുണ്ട് എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ പ്രശ്നം ചോദിച്ചിട്ട്. അപ്പോൾ നികേഷ് പറയും ഇയാള് വെള്ളമടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയേട്ടാ, ഞങ്ങളുടെ ഒരു നല്ല ഈവനിങ് സ്പോയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഇയാളാരാ ബീച്ചിലേക്ക് കൊണ്ടുപോയേ എന്ന് ചോദിക്കാട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും ദേ നിൽക്കുന്നു
മേഡം കരുണാമയി എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ. അതിന് നീ എന്തിനാ നിധിയെ കുറ്റം പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെ അടുത്ത ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയട്ടെ നികേഷ്. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കര ഇറങ്ങി വന്നിട്ട് പറയും, ഗവൺമെന്റ് നികുതി കൂട്ടി വിൽക്കുന്ന സാധനം ഞാനൊന്ന് വാങ്ങി സേവിച്ചതിനാണോ നിങ്ങൾ ഈ കുറ്റം മുഴുവൻ എനിക്കെതിരെ ചുമത്തുന്നത്? അപ്പോൾ നമ്മുടെ സുഭാഷ് പറയും, അച്ഛാ നമ്മുടെ കുടുംബമായിട്ട് ബീച്ചിലിട്ട് പോയതല്ലേ, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അച്ഛൻ ഓർക്കണ്ടേ, അവളൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും പോലീസിനും കൊണ്ട് വന്നിരിക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറയും, എടാ നിങ്ങളെ എൻജോയ്മെന്റിന് ഞാൻ എതിരായിരുന്നോ? അല്ല, ഞാൻ ആരെങ്കിലും പോയി അടിച്ചോ? അതുമില്ല. ആകെ നടന്നത് കടലും കണ്ട് കടലയും കുറച്ച് ഒന്ന് കുടിക്കണമെന്നാ. അത് മാത്രല്ല ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോഴേക്കും ഹരീഷ് പറയും, ഇയാളോടൊക്കെ എന്തിനാ ഏട്ടാ സംസാരിക്കുന്നത്, വേസ്റ്റ് എന്ന്. അന്നേരം നമ്മുടെ ഭാസ്കരൻ പറയും, ഓ നീ വലിയ തമ്പുരാനല്ലേ, മെക്കാനിക്ക് തമ്പുരാൻ എന്ന് പറയുമ്പോഴേക്കും നികേഷ് പറയും, ഒന്ന് മിണ്ടാതെ അടി മേടിക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോടോന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ അങ്ങ് ചൂടാവട്ടോ. എന്താടാ നീ എന്നോട് പറഞ്ഞേ, എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാനോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങി വരികയാണേ. എന്താ നിനക്ക് എന്നെ തല്ലണമെന്നോ? എന്നാ തല്ലടാ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും സുഭാഷും എല്ലാവരും കൂടി പിടിച്ചു മാറ്റുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ഷോ കാട്ടണുണ്ടപ്പോൾ നമ്മുടെ സുധീഷ് ഇയാളെ ഞാനിന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇഷ്ടിക കയ്യിലെടുത്തിട്ട് എറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നീതിയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വഴക്ക് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അവിടെ പോയിരിക്കുന്നു. നിധി പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഭാസ്കരനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഓ ഇനി നിൻ്റെ ഒഴിവുണ്ടോ, പെട്ടെന്ന് പറഞ്ഞ് പോകാൻ നോക്കുന്ന അറിയും. അപ്പോൾ പറയും, നിങ്ങളെ ഞാൻ ബീച്ചിലേക്ക് കൂട്ടി കൊണ്ടുപോയത് എൻ്റെ തെറ്റ്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ എന്ന് കരുതി നിങ്ങളെ ബീച്ചിലേക്ക് കൂട്ടി കൊണ്ടുപോയത് എൻ്റെ തെറ്റ് എന്ന് പറയുമ്പോൾ നിനക്ക് എന്നെ കണ്ടിട്ട് പാവാന്ന് തോന്നിയോ? എന്താ മോളെ, എനിക്ക് ബീച്ച് അറിയത്തില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ കുടുംബത്തോടൊപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അങ്ങനെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരൻ ചോദിക്കും, അതിനാണോ നീ തക്കലയിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്? ഇനി ഞാൻ നിങ്ങളെ എവിടേക്കും വിളിച്ചോണ്ട് പോവില്ല എന്നങ്ങ് പറയുമ്പോൾ ഭാസ്കരൻ പറയും, അല്ലെങ്കിൽ നീ വിളിച്ചാൽ ഇനി ഞാൻ വരാൻ പോകുന്നില്ല എന്ന്. അതും കേട്ടുകൊണ്ട് നമ്മുടെ നിധി അങ്ങ് കയറി പോവാണേ. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അന്നേരം നമ്മുടെ നികേഷ് ആണെങ്കിൽ ആ സ്റ്റെപ്പിൽ വന്നിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ സുധീഷ് വരികയാണേ. എന്താ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കടല വറുക്കുക എന്ന് പറയട്ടോ നികേഷ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുധീഷിനൊരു ബുദ്ധി തോന്നി. നമ്മുടെ നിധിക്ക് പഠിക്കാൻ കൊണ്ടുവന്ന ആ ആക്റ്റീവയുടെ ചാവി എടുത്തുകൊണ്ട് വരികയാണ്. എന്താ പരിപാടി എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നീ ഇരുന്ന് പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ആ വണ്ടി എടുത്ത് ഭയങ്കര ഹോട്ടലാണ് കേട്ടോ. അന്നേരം നിധി വരുന്നുണ്ട്. എന്താ നികേഷേ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കലാണല്ലോ പണി എന്ന് പറയുമ്പോൾ പാസ്സാവാൻ്റെ അടുത്ത് പാസ്സാവാനുള്ള മാർക്കെങ്കിലും കിട്ടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ തോറ്റു പോകും, പാസ്സാവാൻ വിചാരിച്ചാൽ തോറ്റു പോകും, ഫസ്റ്റ് ക്ലാസ് വിചാരിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പാസ്സാവും, ഡിസ്റ്റിങ്ഷൻ വിചാരിച്ചാൽ ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ് മേടിക്കുന്നതെങ്കിൽ എൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന്. അതെന്താ അടുത്തി, നീ ആദ്യം അത് വാങ്ങ് എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങും എന്ന് പറയാണ്. അന്നേരം നമ്മുടെ സുധീഷ് ഓടിക്കുന്ന കണ്ടിട്ട് ഇതെന്താടാ എന്ന് ചോദിക്കുകയാണ്. ആർക്കറിയാൻ അടുത്തി, കുറെ നേരമായി ഇതും കൊണ്ട് വട്ടം ചുറ്റാൻ തുടങ്ങിയിട്ട് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും ഹലോ എന്ന്. അന്നേരം നമ്മുടെ സുധീഷ് ഫോൺ വന്നതുപോലെ എടുത്തിട്ട് ഹലോ ഹലോ എന്ന് ഫോണിലൂടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നികേഷ് പറയും, എമ്മാതിരി ചളിയാണ് കേട്ടാ, ഒരു 10 വർഷത്തേക്ക് ഇനി ഇതായിരിക്കും ബെസ്റ്റ് ചളി എന്ന് പറയുമ്പോൾ സമ്മതിച്ചേ, ഇതിയും ചളിയാണെന്ന് സമ്മതിച്ചടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അവരുടെ അടുത്തേക്ക് വരുവാണേ. എന്നിട്ട് സുധീഷ് പറയും, ഇവിടെ ഇരുന്നേ ബോറടിക്കുന്നു, റോഡിലേക്ക് വണ്ടി എടുത്ത് ഓടിക്കാന്ന് വെച്ചപ്പോൾ അതിന് ലൈസൻസും ഇല്ലല്ലോ, ഞാനേ ഒരു റൗണ്ട് കൂടെ ഓടിച്ചിട്ട് വരാം എന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് പറയട്ടെ നിധി. അങ്ങനെ പോകുന്ന പോക്ക് തന്നെ നമ്മുടെ സുധീഷ് അങ്ങ് വിൽക്കാൻ വേണ്ടിയിട്ട് പോവേ. അന്നേരം നികേഷും നിധിയും കൂടെ ഉറക്കെ ചിരിക്കുകയാണ് കേട്ടോ. ഇതിന് ഇത്രമാത്രം ചിരിക്കാനിപ്പോൾ എന്തിരിക്കുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല നന്നായിട്ട് വണ്ടിയൊക്കെ പഠിച്ച ആളല്ലേ, ഏത് മഹാനും അടി തെറ്റിയാൽ വീഴുമെന്ന് മനസ്സിലായില്ലേ എന്ന് നമ്മുടെ നിധി ചോദിക്കുമ്പോൾ അതൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് വരുന്ന
വീഴ്ചയല്ലേ. വണ്ടി ഓടിക്കാത്തവർ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിധി പറയും, ഞാനും ഒരിക്കൽ വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്ന്. അതിന് പഠിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞ സുധീഷ് നിധിയുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ നിധി, ഇതൊക്കെ ഇയാൾക്ക് പറ്റുന്ന കാര്യമല്ല, വിട്ടുകള എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയട്ടോ നിധി. അതൊരു ടോയ് സ്കൂട്ടർ വാങ്ങി തന്ന ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് അറിയാമായിരിക്കും. അല്ലാതെ ഇതൊന്നും ഇയാൾക്ക് പറഞ്ഞിട്ടില്ല ഹേ എന്ന് പറയട്ടോ. അപ്പോൾ നികേഷ് പറയും, ഏടത്തിക്ക് അത്യാവശ്യം നിച്ചുണ്ട് എന്ന് പറയുമ്പോൾ നിധി പറയും, ഞാനേ ഇപ്പൊ സുധീഷിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചു കാണിച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, എൻ്റെ അഭിപ്രായം മാറും, പക്ഷേ ഓടിക്കാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കാണ്. അന്നേരം ചാവി അങ്ങ് വാങ്ങിയിട്ട് നമ്മുടെ നിധി ഓടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സുധീഷ് പറയും, എന്തേ ഓടിക്കാൻ വയ്യേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, ഒന്ന് പുറകിലിരിക്കുമെന്നേ. ആരെ, എന്നെയാ ചോദിക്കും. വേണ്ട അടുത്തി, ഞാൻ വന്നിരുന്നാ പോരെന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുത്, എന്നെയാ നിധി വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഇരിക്കാനിട്ടോ നമ്മുടെ സുധീഷ്. പിന്നെ സുധീഷ് കൈയൊക്കെ വിടർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോ പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ നാളത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നീതുവിന്റെ ആങ്ങള വന്നിട്ട് നിധിയോട് കുറെ ഡയലോഗൊക്കെ അടിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ കാറ്റത്തെ കിളിക്കൂടൊന്നും ഇഷ്ടമല്ലാത്ത ആളാണോ?